രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ വലിയ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന മോദി എവിടെയാണ്? അതുപോലെ എന്തുകൊണ്ടാണ് ഇലക്ഷനുകൾ നടക്കുന്നതിന് തൊട്ടു മുൻപ് രാജ്യത്ത് സ്ഥിരമായി തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്നത്? പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഇത്തരം വലിയ ഭീകരാക്രമണങ്ങളുടെ പേരിൽ ചോദ്യം ചോദിക്കേണ്ട സമയത്ത് മന്ദഭക്ത സംഘികൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എവിടെയാണെന്നാണ് അന്വേഷിക്കുന്നത്. ലോകത്തിൽ ഇങ്ങനെയൊരു രാജ്യവും ഭരണകർത്താക്കളും വേറൊരിടത്തും ഇല്ല എന്നുള്ളതാണ് വസ്തുത. മോദിയുടെ മൂക്കിൻ കീഴിൽ രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യ ഗേറ്റിന്റെ സമീപത്ത് വലിയ സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മോദി വിദേശത്തേക്ക് ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. ഇതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. രാജ്യത്തിന് എത്ര വലിയ ദുരവസ്ഥയുണ്ടായാലും ഇന്ത്യയിലെ ഗോദി മീഡിയകൾ മോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും യാതൊരുവിധ ചോദ്യങ്ങളും ചോദിക്കുകയോ അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെടുകയോ ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലോകത്തിലെ മറ്റൊരു രാജ്യത്തെയും രാജ്യത്തലവൻ രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ, രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ വിദേശ സഞ്ചാരം നടത്താറില്ല. മറ്റു രാജ്യങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ പോലും റദ്ദാക്കി കർമ്മനിരതരാവുകയാണ് ചെയ്യുക. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ യാതൊരു പ്രാധാന്യവും ഉള്ളതല്ല. ഡൽഹിയിൽ വലിയ സ്ഫോടനമുണ്ടായി 13 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ രാജ്യത്തോടൊപ്പം നിന്ന് രാജ്യത്തെ ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട നരേന്ദ്രമോദി യാതൊരു ആശങ്കയും മടിയും കൂടാതെ വിദേശത്തേക്ക് ടൂർ പോയിരിക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ഭീകരാക്രമണങ്ങൾ നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വലിയ വീഴ്ചയാണ് എന്നുകൂടി ഓർക്കണം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പഹൽഗാമിൽ വലിയ ഭീകരാക്രമണം ഉണ്ടായി 25 ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെ 26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിന് ഉത്തരവാദികളായവരെ ഇതുവരെ പിടിക്കാനോ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ 2014 മുതൽ ഇതുവരെ രാജ്യത്ത് 30-ലേറെ തീവ്രവാദ ആക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നടന്ന ഡൽഹിയിലെ പൊട്ടിത്തെറി, ഈ വർഷം തന്നെ പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണം, 2024 റിയാസിയിൽ നടന്ന തീവ്രവാദ ആക്രമണം, 2024 ബാംഗ്ലൂർ കഫേ സ്ഫോടനം, 2023 ദന്തേവാഡയിൽ നടന്ന ബോംബ് സ്ഫോടനം, 2023 നടന്ന ഇലന്തൂർ ട്രെയിൻ തീവെയ്പ്പ്, 2023 നടന്ന രജൌരി തീവ്രവാദ ആക്രമണം, 2023 സുക്മ ബിജാപൂർ ആക്രമണം, 2020 സുക്മയിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണം, 2019 ദന്തേവാഡ ആക്രമണം, 2019 ജൂണിലെ കാശ്മീർ ആക്രമണം, 2019 ജമ്മു ബസ് സ്റ്റാൻഡ് സ്ഫോടനം, 2019 പുൽവാമ ആക്രമണം, 2018 സുക്മയിൽ നടന്ന ആക്രമണം, 2018 സഞ്ജുവാൻ ആക്രമണം, 2017 ഭോപ്പാൽ ഉജ്ജയിനിൽ പാസഞ്ചർ ട്രെയിൻ ബോംബ് സ്ഫോടനം, 2017 സുക്മ ആക്രമണം, 2017 അമർനാഥ് യാത്രക്കാരുടെ മേലുള്ള ആക്രമണം, 2016 നഗരൊട്ട മിലിറ്ററി ബേസിൽ നടന്ന ആക്രമണം, 2016 ബാരമുള്ള ആക്രമണം, 2016 ഖണ്ഡ്വാര ആക്രമണം, 2016 ഉറി ആക്രമണം, 2016 ബാരമുള്ള ആക്രമണം, 2016 കൊക്രാജ്ഹർ ആക്രമണം, 2016 പത്താൻകോട്ട് ആക്രമണം, 2016 പാമ്പോർ ആക്രമണം, 2015 ഗുർദാസ്പൂർ ആക്രമണം, 2015 ജമ്മു ആക്രമണം, 2015 മണിപ്പൂർ ബോംബ് സ്ഫോടനം, 2014 ഡിസംബറിലെ ആസാം വയലൻസ്, 2014 ബാംഗ്ലൂർ ബോംബ് സ്ഫോടനം. അങ്ങനെ ഈ പറഞ്ഞ 30-ലേറെ പ്രധാന ഭീകര ആക്രമണങ്ങളാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. എന്നാൽ മന്ദഭക്തന്മാരുടെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. കാരണം അവരുടെ കുന്നിക്കുരുവിന്റെ വലിപ്പമുള്ള തലച്ചോറ് വെച്ച് അങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഡൽഹിയിൽ ഇപ്പോൾ ഈ വലിയ സ്ഫോടനമുണ്ടായി 13 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ നരേന്ദ്രമോദി വിദേശയാത്രയ്ക്ക് പോയത്. അത്യാഹ്ലാദപൂർവം ഇത് യാതൊരു മടിയും കൂടാതെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞാണ് മോദി പോകുന്നത്. മോദി എക്സിൽ കുറിച്ചതാണ് ഇത്. ഞാൻ ഭൂട്ടാനിലേക്ക് പോവുകയാണ്, അവിടെ വളരെയേറെ പരിപാടികളിൽ പങ്കെടുക്കും. ഭൂട്ടാനിലെ 4ാം രാജാവിന്റെ
70ാം ബർത്ത്ഡേയുടെ വേളയിലാണ് ഈ യാത്ര. ഇവിടെ വെച്ച് ഭൂട്ടാനിലെ രാജാവുമായി 4ാം രാജാവുമായി ഞാൻ ചർച്ചകൾ നടത്തും. നമ്മുടെ എനർജി പാർട്ട്ണർഷിപ്പിന് വലിയ ഉത്തേജനം ഏകിക്കൊണ്ട് പുനട്സഞ്ചു 2 ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ജനങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ ദുരവസ്ഥ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് മോദി ഭൂട്ടാനിലെ 4ാം രാജാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി പോകുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് അറിയാമോ? മോദിയുടെ സ്വന്തം അദാനിക്ക് വേണ്ടി മാത്രമാണ്. ഈ സെപ്റ്റംബർ 6ാം തീയതി ഇത് അറിയിച്ചുകൊണ്ടുള്ള ഈ ന്യൂസ് കണ്ടോ? അദാനി പവർ ഭൂട്ടാനിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ വാർത്ത പങ്കുവച്ചുകൊണ്ട് ജവഹർ സർക്കാർ എഴുതിയിരിക്കുന്നത് കണ്ടോ? 570 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് അദാനി ഭൂട്ടാനിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഭൂട്ടാനിലെ ഗലേഫു മൈൻഡ്ഫുൾനെസ് സിറ്റിയും അദാനി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് രാജ്യത്തെ ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇത്ര വലിയ ദുരന്തം രാജ്യത്ത് നടന്ന വേളയിൽ യാതൊരു കൂസലുമില്ലാതെ ഭൂട്ടാനിലേക്ക് പോയത്. എന്നാൽ ഈ അവസരത്തിൽ യാതൊരു കൂസലവും നാണവുമില്ലാതെ നരേന്ദ്രമോദി വിദേശത്തേക്ക് കടന്നപ്പോൾ BJPയുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി തലവൻ അമിത് മാളവ്യ രാഹുൽ ഗാന്ധി എവിടെയാണ് എന്നാണ് അന്വേഷിക്കുന്നത്. രാജ്യത്തിന് ഏകതയും നേതൃത്വവും ആവശ്യമായിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ കാണാനില്ല രാജ്യത്ത് എന്ന് ഞാൻ തീർച്ചയായും ഇദ്ദേഹത്തോട് യോജിക്കുകയാണ്. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഈ അവസരത്തിൽ ഭൂട്ടാനിൽ അദാനിക്ക് ബിസിനസ് ഒപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പോയത് ഒട്ടും ശരിയായില്ല എന്ന്. ഇതേ ചോദ്യം തന്നെ ഇയാളുടെ കുറേയേറെ പ്രമുഖ കൂലിക്കാരും ചോദിച്ചിട്ടുണ്ട്. വികാസ് ബദൌരിയ എന്ന 2 രൂപ കൂലി ചോദിച്ചിരിക്കുന്നത് ഡൽഹിയിലെ ഭീകരാക്രമണം കഴിഞ്ഞ് ആഭ്യന്തരമന്ത്രി പ്രിയങ്ക ഗാന്ധി ന്യൂയോർക്കിലേക്ക് ഉടനെ തന്നെ യാത്രയായി എന്ന് പറയുന്നത് ശരിയാണോ? അതുപോലെ തന്നെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി മസ്കറ്റിലേക്ക് പോയി എന്നും റിപ്പോർട്ടുണ്ട് എന്ന്. ഇത്രയ്ക്ക് ഉത്തരവാദിത്വമില്ലാതെ ആയിപ്പോയല്ലോ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്കും ആഭ്യന്തരമന്ത്രി പ്രിയങ്ക ഗാന്ധിക്കും. ഋഷി ബാഗ്രി എന്നവൻ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായ ഉടൻ തന്നെ പ്രിയങ്ക ഗാന്ധി ന്യൂയോർക്കിലേക്ക് കടന്നു കളഞ്ഞു. രാഹുൽ ഗാന്ധി പ്രൈവറ്റ് വെക്കേഷന് വേണ്ടി മസ്കറ്റിലേക്ക് പോയിരിക്കുകയാണ്. മോദിയുടെ കുടുംബത്തിൽപ്പെട്ടവൻ എന്ന് പറയുന്ന ശിവം ത്യാഗി എഴുതിയിരിക്കുന്നത് തീവ്രവാദ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ ഭയത്താൽ പ്രിയങ്ക ഗാന്ധി ന്യൂയോർക്കിലേക്കും രാഹുൽ ഗാന്ധി മസ്കറ്റിലേക്കും പോയിരിക്കുന്നു. ഇത് ശരിയാണോ? പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയോടും ആഭ്യന്തരമന്ത്രി പ്രിയങ്ക ഗാന്ധിയോടും എനിക്ക് പറയാനുള്ളത് ഇയാൾ ചോദിച്ചതുപോലെ ഇത് ശരിയായില്ല എന്നാണ്. അങ്കുർ സിംഗ് എന്ന 2 രൂപ കൂലി പറഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ ബോംബ് സ്ഫോടനം ശേഷം ഉടനെ തന്നെ പ്രിയങ്ക ഗാന്ധി ന്യൂയോർക്കിന് പോയിരിക്കുകയാണ്. യാതൊരു കൂസലും കൂടാതെ രാജ്യത്ത് ഇത്ര വലിയ ആക്രമണം ഉണ്ടായിട്ടും, തുടർച്ചയായി ഭീകരാക്രമണം ഉണ്ടായിട്ടും വിദേശ ടൂർ നടത്താനുള്ള ധൈര്യം മോദിക്ക് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതേപോലെയുള്ള എന്ത് സംഭവിച്ചാലും ന്യായീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത, രാജ്യത്തോടും ജനങ്ങളോടും സ്വന്തം കുടുംബത്തോടു പോലും കൂറില്ലാത്ത, തലയിൽ തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകം മാത്രമുള്ള ഇത്തരം ആളുകളാണ്. തനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഇത്തരത്തിലുള്ളവർ ആകുമ്പോൾ മോദി എന്തിന് ആരെ ഭയപ്പെടണം? 2014 ഏപ്രിൽ 29 മോദി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് ശക്തമായ ഒരു ഗവൺമെന്റ് വേണം. മോദിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. എനിക്ക് തിരിച്ചു എന്ന് ഒരു ചായക്കട തുറക്കാം. പക്ഷേ രാജ്യം ഇനിയും സഹിക്കാൻ പാടില്ല. എനിക്ക് മോദിയോട് ഇതുതന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മോദി. രാജ്യം ഇങ്ങനെ സഹിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ രാജിവെച്ചു പോയി ഒരു ചായക്കട തുടങ്ങൂ. ഇതുവരെ നിങ്ങൾ ചായ വിറ്റിട്ടില്ല എന്ന് എനിക്കും രാജ്യത്തെ ജനങ്ങൾക്കുമെല്ലാം അറിയാം. അതിനാൽ ആദ്യം ചായ ഉണ്ടാക്കാൻ പഠിക്കുക, എന്നിട്ട് രാജിവെച്ചു പോയി ചായക്കട തുടങ്ങി അങ്ങനെയെങ്കിലും രാജ്യത്തെ ജനങ്ങളോട് അല്പം മര്യാദ കാണിക്കും മോദി. ഇതുവരെ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഒരാളെ പോലും പിടിക്കാനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ കഴിയാത്ത സാഹചര്യത്തിൽ പോലും ഇതുപോലെ യാതൊരു ആശങ്കയും കൂടാതെ രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ പോലും വിദേശയാത്ര നടത്തി അദാനിക്ക് പണമുണ്ടാക്കാനും ടൂർ നടത്താനും മടി കാണിക്കാത്ത മോദിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?